ശിഷ്യനെ പരീക്ഷിച്ചോ ഗുരുവെ പരീക്ഷിച്ചോ അറിയുന്നതല്ല, അവരുടെ പ്രവൃത്തി കൊണ്ട് സ്വയം പര്യാപ്തമാണ് ആ കാര്യം. ഇന്നോളം വന്ന ഗുരുക്കന്മാർക്കോ പരമ്പരയ്ക്കോ പറ്റിയിരിക്കുന്ന ഒരു വലിയ അമളി ഹിന്ദുക്കളുടെ ഇടയിൽ പറഞ്ഞു പറഞ്ഞു വരുമ്പോ ഒരല്പം മുന്നിൽ വന്നവനാണെങ്കിൽ ഒരു അവതാര സ്വഭാവം കൽപ്പിച്ചു. അത് ഈ ഹിന്ദുക്കളുടെ ഒരു മാമൂല. പിന്നെ വന്നിട്ട് ജാതിയിൽ ആരാണെന്നോ അല്ലെങ്കിൽ വർണ്ണത്തിൽ ആരാണെന്നോ, ഈ വർണ്ണത്തിലും ജാതിയിലും മാർഗദർശനം ചെയ്തു വന്നപ്പോൾ വഴി തെറ്റിയെന്ന് മാത്രമല്ല ദീർഘകാലത്തെ പരിചയം നമ്മളെ വിഴുങ്ങിക്കള. ചോദിക്കാം എങ്ങനെ വിഴുങ്ങി? അത് അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാലാവില്ല. അത് ഇയാള് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരെ പറ്റിയാ. അത് അത് അല്ല, ഇത് അങ്ങനെ പറഞ്ഞ് ചീത്തേക്കാൻ പാടില്ല. ഞങ്ങൾ ഇരുന്നോട്ടാ എൻ്റെ കൂടെ. അതെ, അപ്പൊ നമുക്ക് മനസ്സിലാകാത്ത വിഷയമാണ്. എന്തുകൊണ്ട് ഗുരുവാക്ക് നിന്ദിച്ചുടാന്നുള്ള വിഷയം. തികച്ചും അവർക്ക് ഗതി അവര് മനസ്സിലാകട്ടെ, അവരറിവിന്റെ സ്ഥാനത്തേക്ക് എത്തി വരട്ടെ. അവരെ നമ്മൾ അടിച്ചു പഠിപ്പിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അവര് തിരിച്ചടിക്കാൻ തുടങ്ങിയ കള്ളും മീനും ചരായവും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അതെനിക്ക് അറിഞ്ഞൂടാ, എല്ലാം കൂടി വെച്ചടിക്കും. എങ്ങനെ നമ്മൾ നിൽക്കും? വടി ഇനി ഇരിപ്പുണ്ട്, ഇതല്ല വടി വേറെ ഉണ്ട്. അത് ഈ ആരോ പറഞ്ഞ മാതിരി ഈ ഞങ്ങളുടെ അവിടെ വേറെയും കഥയാണ്. ചുമ്മാ വെള്ളത്തിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവനെ മറ്റവനെ ഒന്ന് വിളിക്കുമായിരുന്നു എന്ന പോലെ എന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം എന്താ ഇരിക്കുന്നു ഈ അടുത്തുള്ള. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് നമ്മളെ സംബന്ധിച്ച് അന്യതായിട്ട് കാണാൻ അവസരം ഉണ്ടായതുകൊണ്ടാണ്. ആ അവസരം ഈ പറയുന്ന ഇന്നുള്ള മനുഷ്യരിൽ കൂടിയല്ല വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ യുഗാന്തരത്തിൽ വന്നതുമല്ല. ഈ യുഗാന്തരം എന്ന് പറയുന്ന ഈ ചതുർയുഗത്തിൽ വന്നതുമല്ല. 25 ചതുർയുഗത്തിന് മുന്നാലെ സംഭവിച്ചു പോയ ഒരാപത്ത്. അത് അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതുമല്ല, അറിയാതെ സംഭവിച്ച ഒരു മേന്മയിൽ വന്ന പോരായ്മയാണ്. അതാണ് ഇന്നോളം വന്നിരിക്കുന്ന ഈ ശിഷ്യന്മാര് ഗുരുവെ ഒറ്റിക്കൊടുക്കാൻ കാരണം. അത് ഇന്നോളം വന്നിരിക്കുന്നത് ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ള തെറ്റിനെ പറ്റി നമുക്ക് അറിയേ വയ്യ. ഇതിന്റെ കൂടെ നമ്മൾ എന്തായി മാറി? ഓരോരുത്തരും അഹം ബ്രഹ്മാസ്മി അയമേവ ബ്രഹ്മ എന്ന് പറയുന്ന ചതുർവാക്യത്തിലേക്ക് നമ്മൾ പോയി. അത് ആചാര്യൻ അത് തെറ്റായിട്ട് കണ്ടിട്ടുമില്ല. എന്താണ്? എവിടെ നോക്കുമ്പോഴും തന്റെ ഗുരുവും താനും ഇല്ലാത്ത പ്രവൃത്തിയില്ല. എന്ത് മനസ്സിലായി? അതെ, അത് നമ്മുടെ ഒരു ഭാഷ പറഞ്ഞാൽ പോരാ, അവിടെ ഒന്ന് തിരുത്തി പറയണം. ഒരു ബോട്ട് തകർക്കാനായിട്ട് വെക്കുന്ന ആറ്റവും ഒരു ചെറിയ ഏതെങ്കിലും ഉപകരണം തകർക്കാനായിട്ട് വെക്കുന്ന ആറ്റവും ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ഒരു ദേശത്തിനെ തകർക്കാനായിട്ട് വെക്കുന്ന ആറ്റവും ഇങ്ങനെ മാറ്റം ഉണ്ടാകും. അത് സ്വരൂപിപ്പിക്കാനും അങ്ങനെ തന്നെയാണ്, അല്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നമ്മൾ ഓരോരുത്തരും വിശേഷിച്ചറിവൊന്നും നേടാൻ സാധിക്കും. ഇതാണ് തെറ്റായി പറ്റിയതല്ല എന്ന ഒരു ശരിയുടെ എടുത്തു നോട്ടത്തിൽ ശരി കാണാതിരുന്നതുകൊണ്ടുള്ള പറ്റം. ചോദിക്കാം ഇനി എന്തൊക്കെയുണ്ട് കാണണം. ഈ ശക്തി ആർജിക്കുന്ന കാര്യമെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കണം. പണ്ട് അവരങ്ങനെ തന്നെ ചെയ്തു, പ്രാർത്ഥിച്ചു. അത് പോരാ, കാര്യം മനസ്സിലാക്കി പ്രാർത്ഥിച്ചില്ല. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരു എന്ന് പറഞ്ഞാലും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവിൽ നിന്നും കൊണ്ട് വേണം ശിഷ്യൻ എന്ന് പറയാൻ, അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറയാൻ പാടില്ല. യഥാർത്ഥ ശിഷ്യനെ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്, വളർത്തുന്നതിന്റെ സ്വഭാവശുദ്ധിയിലുള്ള കർമ്മമാണ് അവിടെ കാണുന്നത്. അതെ, അത് അങ്ങനെയാണെന്ന് മുൻപ് പറഞ്ഞുവല്ലോ. അതെ, അങ്ങനെ ആകാൻ കാരണം ഇതാണ്. ഒരു സത്യത്തിന്റെ വെളിച്ചത്തോടെ എടുത്തു നോക്കിയപ്പോൾ തന്റെ ജീവനും അവിടെ പ്രവർത്തിച്ചിരിക്കണം. താൻ എത്രയോ ജന്മങ്ങളായി പ്രവർത്തിച്ചിരിക്കണം തന്റെ ഗുരുവായി. അപ്പം തന്റെ ഗുരുവും പരമ്പരയും ഇല്ലാത്തൊരു വിഷയമില്ല. അവസാനം എത്തിയിരിക്കുന്നത് തന്നിലും. മനസ്സിലായില്ല? ഏതുവരെ മനുപരമ്പര പോയിട്ടുണ്ടോ ആ മനുപരമ്പരയിൽ കൂടി താനും പ്രവർത്തിച്ചു വന്ന അനേക ജന്മങ്ങളുടെ സിദ്ധാന്തം താൻ കാണുകയാണ്. തന്റെ ഗുരുവിനെയും ആ പരമ്പരയെയും കാണുകയാണ്. അപ്പൊ അത് മന്വന്തരമെന്ന് തീർച്ചപ്പെടുത്തിയിട്ട് ആ 71 ചതുർയുഗത്തിന്റെ പരമ്പരാഗതമായിരിക്കുന്ന അറിവ് ഒരു മനുവിൽ കൂടി തന്നെ നടക്കും. ഇതിന് പലയിടത്തും പല സംശയങ്ങൾ വരുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. സിദ്ധികാരങ്ങളിലും അത്ഭുത കാര്യങ്ങളിലും കൂടുതൽ ആഹ്ലാദിപ്പിച്ച് ഗുരുക്കന്മാർ അതിൽ പെട്ടിട്ട് ഇത് കാണാതെ ആകുമ്പോ ആ ഗുരുവിനെ തന്നെ, ഗുരുവിന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പോയി. ഇതിനൊരു തെളിവാണ് നാരായണ ഗുരു. എന്താണെന്ന് സാറിന് പറയാവുന്നവർ ശരിയാണ്. പക്ഷെ അതല്ല ഗുരുവിന്റെ അല്ലെങ്കിൽ ശിഷ്യന്റെ ദീർഘദർശനം. വെളിയിലുള്ളവരെ അത് ശിഷ്യന്മാരല്ലല്ലോ, അവര് വെളിയിൽ തന്നെ എന്നും. അതെ, അപ്പൊ അത് ശിഷ്യന്റെ ഒരു കാര്യം.
പക്ഷെ അതല്ല ചുറ്റ്. ഈ ഗുരു എന്തുകൊണ്ട് ഈ വേദന അനുഭവിക്കാൻ ഇടയായി? എത്ര കാലത്തെ ത്യാഗത്തിന്റെ ഈ ദാർഢ്യ സ്വഭാവത്തിൽ വന്നുപോയ അറിവുകേടോ ആയിട്ട് പിണഞ്ഞ് സംഭവിച്ചു പോയ ശരീരഘടനയിലെ ജീവനാണ് ഇതിലിരിക്കുന്നത്. ഇതാണ് ശിഷ്യം കാണേണ്ടത്. ഇതിന് വേറൊരു ഉദാഹരണം, നരേണഗുരുവിന്റെ ശിഷ്യന്മാര് പറഞ്ഞ ഇത് കുറെ കൂടി നേരത്തെ കാണണമായിരുന്നു, ഇനി ഇപ്പൊ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൽ പെട്ടുപോയി നരേണഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം. അത് ഈ ഡോക്ടർ വൽപ്പുവിന്റെ വീട്ടിലും അങ്ങനെ സംഭവിച്ചു പോയെന്നാണ് എന്റെ അറിവ്. എനിക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ. എന്തുകൊണ്ട്? ഡോക്ടറുടെ പരമ്പരയായിട്ട് വന്നിരിക്കുന്ന ഇന്നോളമുള്ള സ്വഭാവത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെക്ക് ഇഷ്ടപ്പെടുമോന്നറിയില്ല. അതായത് ഈ ഡോക്ടർ വൽപ്പ് SNDP യോഗത്തിന്റെ ആദി സംഘടനയുടെ ഒരു യോദ്ധാവും അതിനുള്ള ബുദ്ധിമുട്ടും ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്. പക്ഷെ അവസാനമായപ്പോഴ് ഇത് ഞാനാണ് ഇത് ഒക്കെ ചെയ്യിക്കുന്നതെന്ന് വരുത്തത്തക്ക കർമ്മം വന്നു. ആ കർമ്മത്തിൽ അതങ്ങ് താഴെയായി. പിന്നെ രണ്ടാമതുണ്ടായത് TK മാധവനാണ്. TK മാധവൻ ഇതല്ല ചെയ്തത്. TK മാധവൻ ചെയ്ത എന്താണ്? പലതവണ SNDP യോഗത്തിന്റെ രജിസ്ട്രേഷൻ നടത്താൻ ശ്രമിച്ചു. അത് പല നാള് ശ്രമിച്ചിരുന്നു. ഡോക്ടർ വൽപ്പ് അതിന് കാശൊക്കെ മുടക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നടന്നിരുന്നില്ല. നീ ഇത് പോയി സാധിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, സാധിച്ചില്ലേ ഞാൻ വരില്ല, അത് സാധിക്കും, പോയി സാധിച്ചു. ഇതാണ് SNDP യോഗം. അത് പിന്നെയും ഒരു തെളിവ്, ധർമ്മസംഘം സ്ഥാപിക്കാൻ വേണ്ടി പോകാൻ ആളില്ല. അത് ഈ SNDP യോഗത്തിന്റെ വീഴ്ചയിലുള്ള കുറവിൽ സ്ഥാപിക്കാൻ ഒരുങ്ങിയത്. പക്ഷെ ഇത് ഈ SNDP യോഗത്തിന്റെ, ഞാൻ പറയണ്ട എങ്കിലും ഇത് അദ്ദേഹത്തിന് അറിയാതെ, ഞാൻ പിന്നെ പറയുന്നത് നിങ്ങളുടെ അറിവിന് വേണ്ടിയാണ്. അത് പോയപ്പോഴേ അനേക തവണ പോയിട്ടും നടക്കാതെ വന്നപ്പോഴേ അത് നടക്കുമെന്ന് പറഞ്ഞ് നടത്തി. എന്നാൽ ഇത് ഇംഗ്ലണ്ടിൽ പോയി താമസിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതിനാളില്ല. അപ്പോൾ അതിനൊക്കെ പൈസയും ഇല്ല. ഈ TK മാധവനെ മുൻപ് തന്നെ പലതവണ അയക്കുകയും സംസാരിക്കുകയും പറയുകയും മഹാത്മാഗാന്ധിയോടുള്ള കൂട്ടുകെട്ട് കൊണ്ട് പലതും സ്ഥാപിക്കാൻ നോക്കി, കുറെയൊക്കെ സാധിക്കുകയും ചെയ്തു. പക്ഷെ ഇതിലൊരു സംശയം. അപ്പോഴ് പറഞ്ഞത് ഇങ്ങനെയാണ്, സാധിച്ചില്ലേ ഞാൻ വരില്ല, സാധിക്കും, ഇങ്ങനെ പോയാൽ അത് സാധിച്ചു. പിന്നെ ധർമ്മസംഘം സ്ഥാപിക്കേണ്ട ഗതികേട് വന്നപ്പോൾ എവിടെ ഇതിനെ രജിസ്ട്രേഷൻ ചെയ്യും? ഇപ്പൊ ബ്രിട്ടീഷ് കൊച്ചിയുടെ ഭരണം ഇരിക്കുന്ന കാലം, അത് കുറുക്കാഞ്ചേരി കൊണ്ടുപോയി വെച്ച് രജിസ്ട്രേഷൻ. ഇങ്ങനെയാണ് SNDP യോഗത്തിന്റെ വികലത കൊണ്ട് വന്നുപോയ നരേണഗുരുവിന്റെ പുറപ്പാടിന് കളങ്കം വരുത്തിയ ഒരു സർപ്പഗന്ധിയാണ് SNDP യോഗം. സാറിന് ഇഷ്ടപ്പെടുത്തി ഞാൻ പറയില്ല, എനിക്കത് പറയാൻ പാടില്ല. അങ്ങനെ ഈ TK മാധവന്റെ കാഴ്ചപ്പാട് മറ്റവർക്കുണ്ടായിരുന്നു. ഇതുകൊണ്ട് പറ്റിയ അമ്ലിയ മനസാ വാചാ കർമ്മണ ഞാൻ SNDP യോഗത്തിൽ നിന്ന് രാജിവെക്കാൻ എഴുതി കൊടുത്ത വാക്കെന്താണ്? അതിനുള്ള കൽപ്പിതം എന്താണ്? അതിനുള്ള ധർമ്മബോധം എന്താണ്? ഈ SNDP യോഗത്തിന്റെ മാന്യന്മാര് സമ്പാദിച്ചിരുന്നത് എന്ന് മനസ്സിലാകാത്തതാണ് കാരണം. എന്താ ഇത്? അദ്ദേഹം മുൻപ് അച്ഛന് പറഞ്ഞെന്ന് എന്നെ വിഷമിപ്പിക്കാതെ ഇന്ന് 100 അച്ഛന് പറഞ്ഞിട്ടും മിണ്ടില്ല. അന്ന് കുറച്ച് ബഹുമാനിച്ചെങ്കിലും ഞാൻ പറഞ്ഞു. ഇന്ന് TK മാധവൻ എന്ന് തീർത്ത് പറഞ്ഞിട്ട് അച്ഛനെ പറ്റിയാണ് ഇത്രയും പറഞ്ഞതെന്ന് അറിഞ്ഞേ കൂടാത്ത പരുവത്തിന് മുന്നിലിരിക്കുക. ഈ വിലങ്ങ് ചങ്ങല എടുത്തിടാനല്ല, എനിക്കതൊന്ന് നേരെ അറിയുന്നതിന് വേണ്ടിയാ പറയുന്നത്. അതെ, തികച്ചും അങ്ങനെയാണ്. അപ്പൊ ഇത് ദൂരെ കൂട്ടി കാണാൻ ശിഷ്യന്മാരുടെ കണ്ണാണ്. അപ്പൊ ബുദ്ധിയും യുക്തിയും യോഗം കൊണ്ട് സാധിക്കുന്ന കർമ്മവും അത് മനസ്സിലായെന്നറിയില്ല. യോഗം എന്ന് പറയുന്നത് അംശയോഗം, ചന്ദ്രിയ യോഗം, പിന്നെ രാജയോഗം, അങ്ങനെ അനേകം യോഗങ്ങൾ പറയുന്നുണ്ട്. ഈ യോഗമല്ല. അവിടെ ശ്രീകൃഷ്ണൻ ഉദ്ദേശിക്കുന്ന യോഗം ഭാഗ്യമാണ്. അതാണ് ബുദ്ധിയാ യുക്തോ യോഗവിലേന ചെയ്യുക. തെറ്റിയിട്ടില്ല. ഗുരുദക്ഷിണയാകാൻ കഴിയണമെങ്കിൽ ഇത് മൊത്തം വാങ്ങാനുള്ള ഒരു പാത്രവും കൂടി ശിഷ്യന്റെ വേണ്ടി. വലിയ ഒരു കടക്കക്കാരുടെ ഇത്തിലെടുത്തോണ്ട് ചെന്ന് കടലിൽ നിന്ന് കോരിയിട്ട് എന്ത് ചെയ്യാനാ? അത് ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായാലും ഈ പാത്രം നിറയുമ്പോ അത് കവിഞ്ഞു പോകില്ല. പാത്രത്തിന് അത്ര ഇടമുള്ളൂ. അവിടെ ചെല്ലുമ്പോ ഇവൻ ഇത് മറ്റേ സിദ്ധിയില്ല. അതാണ് നരേണഗുരുവിന്റെ ശിഷ്യന്മാര്. സ്വാമിയുടെ കയ്യിൽ നിന്നെല്ലാം പോയി. അത് അന്ന് ആ കരി കുടിച്ചപ്പോഴേ പോയി എന്ന് പറഞ്ഞ മാന്യന്മാരാണ് നമ്മുടെ നരേണഗുരുവിന്റെ ശിഷ്യന്മാര്. എന്താണ് അത് കേട്ട് അറിയാമെന്നറിയില്ല. സാർ അത് അറിഞ്ഞിരിക്കാൻ ഇടയില്ല. അത് ഈ നെടുമങ്ങാട് താലൂക്കില് സ്വാമി ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴവര്, അതാണ് ഈ നെടുമങ്ങാടിന് ഇങ്ങനെ ഒരു പേര്, നെടു മങ്ങാത്ത ഇടം എന്നാണ് പറഞ്ഞത്. ആ ഇടം മങ്ങിപ്പോയി. അങ്ങനെയുള്ള ഈ അവിടെ ഒരു പാറപ്പുറത്ത് സ്വാമി പോയിരുന്നു. ഇവിടെ ഒരു പേരുണ്ട് അതിന്, എനിക്കത് പറയാൻ അറിയില്ല. ആ പേരും വെച്ചൊരു ബസ് ഇതിലേ പോകുന്നുണ്ട്. ഏതോ എനിക്കറിയില്ല. ഒരു പാറപ്പുറത്ത് നിന്നപ്പോഴേ അടുത്ത ഒരു ബ്രാഹ്മണ വീടുണ്ടായിരുന്നു. അപ്പൊ അവര് അതിൽ ഏതോ ഒരു ചെറുപ്പക്കാരൻ
അപ്പൊ അവര് വൈദികന്മാരാ. കുറച്ച് മീനിന്റെ മുള്ളും ഒരു ചെറിയ മീനും ജീവനോടെ പിടിച്ചു കരിക്കിനകത്ത്, എന്നിട്ട് കൊണ്ടുപോയി കൊടുത്തു. നോക്കിയിട്ട് ഒന്നും മിണ്ടിയില്ല, ചിരിച്ചിട്ട് അങ്ങോട്ട് വെച്ച് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ, ബുദ്ധിയുടെ നന്മയുള്ളു, കർമ്മത്തിൽ നന്മയില്ല. അവനോട് അത്രയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയും. അപ്പൊ അവന്റെ ഉദ്ദേശം എന്താണ്? ഈ മുള്ളും മീനും ഇട്ട ആകെ സന്യാസം പറഞ്ഞു പോയെന്നാ. അല്ലെങ്കിൽ അവനൊന്ന് ചോദിക്കാം, നിങ്ങൾ എന്തിന്? അപ്പൊ അവന്റെ ബുദ്ധി നോക്കണം, നിങ്ങൾ എന്തിന് ഇതിനെ വെറുക്കുന്നു? മത്സ്യാവതാരം കൂട്ടിയാ പോരെ എന്ന് ചോദിക്കാനുള്ള ഒരു ബുദ്ധിയും കൊണ്ടാണ് അവൻ ചെന്നത്. പക്ഷെ അത് ബുദ്ധി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ ഇങ്ങനെ പല തട്ടുകളായി ധർമ്മം കൊലയ്ക്കുന്ന കർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് അരിപ്പുറത്ത് വെച്ച് സംഭവിച്ചത്. പക്ഷെ ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്ന വേറൊരു വഴിയില്ല. അപ്പൊ മന്ത്രവാദവും വൈദ്യവും ജ്യോതിഷവുമായിട്ട് വിലസുന്ന കർമ്മത്തിനേക്കാളും അപ്പുറം ഗുരുവിനെ കണ്ടില്ല എന്നുള്ള തെളിവ് അത് അരിപ്പുറം കൊണ്ട് മനസ്സിലാവും. ഇനി എന്താണ് അതിനെ നിങ്ങൾ പാത്ര ശുദ്ധി അന്വേഷിക്കേണ്ട കാര്യമില്ല. ആദ്യമൊക്കെ നാരായം കൊണ്ട് എഴുതിയ പരിചയമാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാരായം കൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ കാലത്തിനൊത്ത് നിങ്ങൾ ഉയരണമെന്നല്ലേ അർത്ഥം. അപ്പൊ കാലത്തിന്റെ വൈഭവം നമുക്ക് എവിടെ വെച്ച് പറ്റി, എങ്ങനെ പറ്റിയെന്ന് അപ്പോഴപ്പോഴായിട്ട് ചോദിച്ച് വിനയപ്പെട്ടറിഞ്ഞ് അത് കർമ്മത്തിലേക്ക് വരുത്തുന്ന ധർമ്മമാണ് ശിഷ്യൻ്റെത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശിഷ്യനല്ലാതെ ഇത് കൊണ്ടു നടക്കാൻ കഴിയില്ല. ഇടയ്ക്ക് വെച്ച് ഇപ്പൊ ഉദാഹരണം, എന്താ ഒരു ശിഷ്യൻ വന്ന് ഞാത്തുവാ നിന്നൊന്ന് കാണട്ടവരെല്ലാരും, എന്താ കുരുക്കൊന്നും ആലോചിക്കല്ലേ, ഇതൊരു പ്രധാനപ്പെട്ട ശിഷ്യനാണ് വരുന്നത്, നോക്ക് ഇത് അങ്ങോട്ട് മാറേണ്ടതാ, നിങ്ങൾ ഈ ശിഷ്യനെ ഒന്ന് കണ്ടോന്ന്. നിങ്ങൾ എല്ലാരും കണ്ടു, ശിഷ്യനെ കണ്ടല്ലോ, ഇനി നിങ്ങൾ കുറെ കഴിയുമ്പോ കണ്ടതില്ല എന്നൊക്കെ പറയരുത്. ഇനി മൊത്തം. അപ്പൊ സ്വാമി പറയുന്നതല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്ത് മിണ്ടൂല്ല. അത് ഗുരു പറയുന്നതല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യം ആരെയും മുട്ടിക്കൂല്ലേ? മിണ്ടൂല്ല. മുട്ടിക്കോ ഇല്ലേ? മിണ്ടൂല്ല. എന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ചുമതല. ആ പറഞ്ഞത് മാത്രം ചെയ്യും. പക്ഷെ പറഞ്ഞതും ചെയ്യാത്ത ചില കാര്യമുണ്ട്, അത് അവിടെ വെച്ചേക്കും. ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഒരു കാര്യം 3-4 കൊല്ലം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് 2-3 തവണ ഞാൻ തിരുത്തി ഇന്ന പോലെയൊക്കെ പോണം, രണ്ടുപേരെയും വിളിച്ചു പറഞ്ഞിട്ട് അവരത് അപ്പോഴും യോജിച്ചു പോകും, വാക്കിനെ തെറ്റിക്കാതെ. 4 മാസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ 3 പ്രാവശ്യം കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞു, ഇതൊരു കുഴപ്പമാണ്, നീ ഒരു കാര്യം ചെയ്യും. ഒന്നെങ്കിൽ അയാളെ പറഞ്ഞ് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പൊ ഇത് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും, ഒന്നെങ്കിൽ അവരുടെ ആളുകളെ വിളിച്ച് ഇത് പറഞ്ഞ് തീർപ്പാക്കണം, ഇല്ലാതെ ഇത് നേരെയാകില്ല. അതല്ല, അതും പറ്റിയില്ലെങ്കിൽ നീ പോലീസ് സ്റ്റേഷനില്ല ഒരു കത്ത്, ഒരു അപേക്ഷ എന്തെങ്കിലും നീ കൊടുക്കും, എന്നിട്ട് അതിനൊരു തീർപ്പുണ്ടാകട്ടെ. അതിനായിട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നു, എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇപ്പോഴും ഞാൻ ചെന്നപ്പോഴേ ഇവരുടെ പിന്നീടും ഒരു ഞാൻ എടുത്ത് നീ നിന്റെ ആളുകളെയും അവന്റെ ആളുകളെയും ഒന്ന് കൊണ്ടുവന്ന് ഞാൻ സംസാരിക്കും, അല്ലാതെ ഞാൻ സംസാരിക്കില്ല. പക്ഷെ ഇതെന്ത് ചെയ്തെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇവരെ വന്ന് പല പ്രാവശ്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നോട് ഇനിമേലിന്റെ കാര്യം പറയരുത്, വേറെ എന്തെങ്കിലും പറഞ്ഞാണ്. പക്ഷെ ഇത് പറഞ്ഞു പോയി. ഈ പറഞ്ഞ വസന്തനും അവന്റെ ഭാര്യയെല്ലാം വിശ്വാസിയാണ്. അവളും പറയുന്നത് ഇത് തന്നെയാണ് സ്വാമി പറഞ്ഞത്. പക്ഷെ സ്വാമി പറഞ്ഞിരിക്കുന്നു എന്താണ്, നിങ്ങൾ ഇന്നമാതിരി ചെയ്തില്ലെങ്കിൽ ആപത്തുണ്ട്, ഇന്നതുപോലെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചേരാത്ത ഒരു ബന്ധമാണ്. അതങ്ങനെ പലയിടത്തും വരാം. പക്ഷെ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യാം? പക്ഷെ ഇതൊന്നും കേട്ടില്ല. ഞാനിങ്ങോട്ട് പോകുന്ന ഉടനെ അത് വേണ്ട വിധം കൈകാര്യം ചെയ്തതാണ് പേപ്പറിൽ വന്നത് എന്നെ പറ്റി. അതാണ് ആള്. അത് കാരണം ആ തല്ലി ഇത് പേപ്പറിൽ വന്നപ്പോ എല്ലാ പേപ്പറിലും വന്നു. പക്ഷെ അതല്ലാന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ അറിഞ്ഞാലും ഇതാ ഒക്കില്ല. പോലെ ഇനി എന്താണ് വേണ്ടത്? അപ്പൊ നമ്മൾ ഈ ഗുരുശിക്ഷ ബന്ധമെന്ന് പറയുമ്പോഴേ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. ഞാൻ നിങ്ങള് വന്നപ്പോഴേ സാറ് ചോദിച്ചപ്പോഴെല്ലാം ഇവരെയൊക്കെ വിളിച്ചു കാണിച്ചതാ. എന്നെ പരിചയമുള്ളവരല്ല, പരിചയമുള്ളവരും പരിചയമില്ലാത്തവര് സ്ഥൂലം സൂക്ഷ്മം കാരണം കാര്യം എന്നുള്ളിടത്ത് സൂക്ഷ്മീകരിച്ച് കാണുകയാണ്. ഈ കണ്ടവര് തന്നെയാണ് തെറ്റിപ്പോകുന്നത്. അതിനെന്താണ് കാരണം? ഈ യുക്തിവാദവും മുക്തിവാദവും കുറെ തോന്നിയാസവും കൂടി ചേർത്ത കർമ്മഗതിയുടെ ധർമ്മം ഇവർ മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ഇവരുടെ മനസ്സ് തയ്യാറായിരിക്കുക. ഇതിന്റെ സ്നേഹസമ്പന്നമായ അറിവിന്റെ സ്ഥാനത്തേക്ക് ഇവർ വരുന്നില്ല. അവരവിടെ നിന്ന് അവരുടെ യുക്തി ഒന്ന് പുലമ്പി നോക്കിയിട്ട് നടക്കില്ലെങ്കിൽ അതൊക്കെ അങ്ങനെ പറയും. പോയി അങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ ആ ഗുരുവിന്റെ വാക്ക് തെറ്റിയെന്നാണ്. ഇങ്ങനെ തെറ്റിപ്പോയ ആളുകളാണ് ഈ കാണുന്നത്. അപ്പൊ എവിടം വരെ ഉയർന്നാലും ഈ വാക്ക് കിട്ടിയാൽ ഈ ഇബിലീസ് വന്നു ചേരും. എന്ത് മനസ്സിലായി? അതെ, ആ ഇബിലീസ് അവിടെ നിന്നിട്ട് ഇവന് സ്വഭാവത്തിൽ ശുദ്ധികേടുണ്ടാക്കുക. ഇപ്പൊ ഇത് ഇവിടെ തന്നെ പലർക്കും സംഭവിച്ചു പോയി. ഇത് ഞാൻ ഇവരെയൊക്കെ എഴുതിക്കൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, ചെയ്യരുത്, തെറ്റിപ്പോകും. അപ്പൊ ഗുരു അങ്ങനെ പറയും, അത് നമുക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ അവൻ ചുറ്റിനല്ല.
ഗുരു അങ്ങനെ പറയും. പക്ഷെ ആ പറയുന്നത് നടപ്പിലാക്കാനുള്ള കർമ്മമാണ് ഞാൻ. അതിന്റെ ധർമ്മത്തോടെ എത്തിച്ചിട്ട് ലോകത്തിന് എത്തിക്കേണ്ട ഒരു പുണ്യകർത്താവാണ് എൻ്റെ ജീവൻ എന്ന് അവന് മനസ്സിലാകാത്തിടത്തോളം കാലം അവൻ ഗുരുവല്ല ശിഷ്യൻ. ഇതിനെയാണ് ഇവരുടെ വീടിനെ പറ്റി എപ്പോഴും ചൂണ്ടുന്നത്. എല്ലാവർക്കും നരേനൊരു അവിടെ ജീവിച്ചിരുന്നു. പക്ഷെ ഇതെന്തിനാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു അറിവുകേടിന്റെ മൂട്ടില സമ്പ്രദായമാണ്. വിളക്കിരിക്കുന്നിടത്ത് ഇരുട്ട് വരുന്നത് പോലെ. അപ്പൊ ഇങ്ങനെയുള്ള ഇരുട്ടിന്റെ സ്വഭാവം കയറിയിട്ട് ആ ഇരുട്ട് എപ്പോഴും എവിടെയും കൂടി ഈ ഇരുട്ട് തന്നെ ബാധിക്കുക. അവര് നോക്കുന്ന പഴയ സിദ്ധിയും പഴയ വലിയ സാധനങ്ങൾ പറച്ചിലും ഇപ്പൊ നരേനൂര് സ്വാമിയെ പറ്റി തന്നെ അവര് കേട്ടു വെച്ചിരുന്നത് അങ്ങനെ ഇങ്ങനെ അത് ചെയ്യാതെ 10 കൊല്ലം ഇരുന്നപ്പോ ഇവര് വിചാരിച്ച് പോയി, സ്വാമിയുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഈ പെണ്ണിനെ എണീപ്പിച്ച് നടത്തിയപ്പോഴാണ് പോയില്ലടേ ഉണ്ട്, ഇതൊക്കെ അറിഞ്ഞിരുന്നുണ്ട്, സാറെന്തിനാ എന്നോട് ചോദിക്കും. ഇപ്പൊ ഞാൻ മാത്രം അറിഞ്ഞ കാര്യമല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ശാസന സ്വഭാവത്തിൽ കർമ്മം ധർമ്മമാക്കി മാറ്റാൻ അറിഞ്ഞുകൂടാത്തവരുടെ ലക്ഷ്യമാണ് ഈ പറഞ്ഞത്. ഇത് ശിഷ്യനുമല്ല ഗുരുവല്ല. അവരെവിടം വരെ ഉയർന്നാലും അതാണ് ബ്രഹ്മലോകത്തോളം ഉയർന്നാലും എന്നാണ് പറയുന്നത്. ഈ ഒരു വാക്കുകൊണ്ട് അവർ പറയും. പിന്നെ പരമ്പരാഗതമായി നേടുന്ന കാര്യം നിങ്ങൾ ചോദിക്കും. അത് വീണ്ടും ചോദിക്കണ്ടേ? ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്തുമ്പോൾ നിങ്ങൾ ചോദിക്കാത്ത. ഞാൻ മുൻപേ പറഞ്ഞു, ഇങ്ങനെ ശരിയും തെറ്റും അന്വേഷിച്ച് വന്ന ഒരു മഹാത്മാവിന് യുഗധർമ്മം അനുസരിച്ച് വന്ന ഒരു മഹാത്മാവ് തന്നെ. അതാണ് സത്യമേ കാണിക്കൂ. അയാള് സത്യക്ഷാനൻ എന്നാണ് പേര്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഈ മനുവിന്റെ കർമ്മവും അയാളുടെ കർമ്മവും എപ്പോഴും എവിടെയും കാണും. അപ്പൊ തന്നിൽ നോക്കിയപ്പോ തന്നിലും പുറത്തും അത് കാണും. അപ്പൊ അത് നരേന ഒരു എളുപ്പ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. എങ്കിലും അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോ അത് കുറച്ച് വിഷമുണ്ട്. എന്താണ്? അകവും പുറവും തിങ്ങും മഹിമ വാർന്ന നിൻപദം. അപ്പൊ പാദത്തിൽ മാത്രം സൂക്ഷിച്ചു പൊയ്ക്കോണം മാർഗദർശനം. അതെങ്ങോട്ട് നടക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകാതിരുന്നാൽ മാർഗം തെറ്റി. ഇതാണ് കാലടി പിന്തുടർച്ച. അപ്പൊ ഈ കാലടിയെ പറ്റി ഇവർക്ക് ചിന്തയില്ല. ഗുരു എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചു, ഇതിന്റെ പുറത്ത് ഇളതായി വീണുപോയതാണ്. അത് തോന്നിയാ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഇളമത്തരം വന്നപ്പോഴ് സ്വഭാവശുദ്ധിയിലും വളർച്ചയിലും കർമ്മത്തിലും എങ്ങനെ വേണമെന്ന് ചിന്തിക്കാതെ വളർന്ന ഒരു പരമ്പരാഗതമായ അറിവുകൾ അത് ഇന്ത്യക്ക് ജാതിപരമായും വർഗപരമായും, എന്താണ് വർഗം, വിശ്വാമിത്ര ഗോത്രം എന്ന് പറയുന്നില്ലേ? അപ്പൊ ഗോത്ര സമ്പ്രദായത്തിലും വർഗപരമായും വന്നിരിക്കുന്ന കർമ്മത്തിൽ വന്നുപോയ തെറ്റ് ഉലകത്തിന് മൊത്തം പറ്റിയിരിക്കുന്നു, ഇന്ത്യക്ക് മാത്രമല്ല. അതാണ് ഇന്ത്യക്ക് നമ്മൾ ഇന്ന് കാണുന്നല്ലോ സോമനാഥ ക്ഷേത്രത്തിന്റെ കഥ പറച്ചില്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് സോമനാഥ ക്ഷേത്രത്തിന് ഈ മുഗളൻ ആക്രമിച്ച കഥ നിങ്ങളൊക്കെ പഠിക്കാൻ. സാറ് ജർമ്മനിലാണല്ലോ പഠിച്ചത്, ഇവിടെയും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ക്ഷേത്രം സങ്കല്പം എന്തായിരുന്നു എന്ന് നോക്കുമ്പോ ഈ നമ്മുടെ ഭാഷയിൽ അതിനെന്താ പറയുന്നതെന്ന് എനിക്കിപ്പോ ഓർമ്മ വിട്ടുപോയി. ഈ ആകർഷണ വലയം സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, കാന്തം. അപ്പൊ ഈ കാന്തം ഇങ്ങനെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കുത്തിയിടിച്ച് ഒക്കെ നേരെയാക്കിയിട്ടും ഈ ഭൂമിയിൽ നിന്ന് പിടിക്കുന്ന കാന്തവലയം ഇത് വിടുന്നില്ല. അപ്പൊ അവന്റെ ബാപ്പയോട് ചോദിച്ചെന്നാ പറയുന്നത്. അങ്ങനെയാണ് അത് സാധിച്ചതെന്ന് പറയുന്നു. എങ്ങനെയാകട്ടെ. അപ്പൊ ഈ 8.5 ടൺ ഈ ശിവലിംഗം ഉണ്ടായിരുന്നപ്പോ അതിന്റെ സ്വത്തെന്തായിരിക്കും? രത്നം മാത്രമാണ്. പലവിധ രത്നങ്ങള് അത് അവര് കൊണ്ടുപോയി ചവിട്ടുപൊടിയായിട്ട് ഉപയോഗിച്ചു. അതിന്റെ ഫലം ഇന്ന് അവർക്കും നമുക്കും ഒരു വലിയ തെറ്റായിട്ട് വന്നിരിക്കുക. ഒന്ന്, ഈ ശിവലിംഗം ചെന്നാൽ അവിടെ ചെന്ന് നിൽക്കുന്ന കർമ്മത്തിന്റെ ആകർഷണ വലയം എന്താണെന്ന് പഠിച്ചോടാന്നാണ് ദൈവത്തിന്റെ നിശ്ചയം. അത് മനസ്സിലാകാത്ത ഇന്ത്യക്കാരും ഇത് മനസ്സിലാക്കിയ ഈ ചക്രവർത്തിയായിരുന്ന അവന്റെ നോട്ടവും കല്ലിന്റെ ആകർഷണം പഠിച്ചവരാണ് അറേബ്യൻ ജനങ്ങൾ. അവൻ കൊണ്ടുപോയി ചവിട്ടുകൂടിയായി പൊട്ടിച്ചവിടെ ഇട്ടു. പക്ഷെ അവന്റെ ബുദ്ധിയിൽപ്പെട്ടതാണ്. അങ്ങനെ ഇട്ടുവിടാന്നുള്ള ഒരു സത്യം അവൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് എന്ത് പറ്റിയിരിക്കുകയാണ്? ഇന്ന് അവൻ ലോകത്തിന്റെ അക്രമം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് തന്നെ ബുദ്ധനു മുൻപും യേശുവിനു മുൻപും ജനിച്ച ആളുകളെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. അത് കലിയുടെ ധർമ്മം പ്രാപിക്കാൻ വന്ന അല്ലെങ്കിൽ അനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ വന്ന ശ്രീകൃഷ്ണനെ മുൻപ് പഠിക്കാം. അതങ്ങനെ. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ള ഒരു കർമ്മശേഷി ഈ ഗോത്രശുദ്ധി കൊണ്ട് വന്നിരുന്നില്ല. അപ്പം ഗോത്രശുദ്ധി ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതാണ് പാത്രശുദ്ധി. അത് നിങ്ങൾ നോക്കിയിരിക്കണ്ട. ഞാൻ ഗോത്രശുദ്ധി ഇല്ലാത്തവനാണ്, പാത്രശുദ്ധി ഇല്ലാത്തവനാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യായം പറഞ്ഞ് ക്ലാവുള്ള പാത്രത്തിൽ ഒഴിച്ചെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ സമർത്ഥിപ്പിക്കണ്ട. നിങ്ങൾ ക്ലാവോട് കൂടി ഇരുന്നോ. എന്താ, നീ ക്ലാവ് കളയാൻ നടക്കരുത്.
ഇത് ഈ പഞ്ചഭൂതങ്ങളിൽ സൃഷ്ടിപരമായി വന്ന കർമ്മത്തിലുള്ളതാണ്. ഈ ക്ലാവ് തേച്ച് കഴി വീണ്ടും ഭൂമിയിൽ തന്നെ ഒഴിക്കാനും, അതുകൊണ്ട് അത് കളയാനായിട്ട് നിങ്ങൾ ശ്രമിക്കണ്ട. കളയേണ്ടടുത്ത് കളഞ്ഞു വന്നു, അല്ലാതെ ഗുരുവിന്റെ ക്ലാവ് കളയാൻ നിങ്ങൾ ശ്രമിക്കരുത്. എന്ത് മനസ്സിലായി? നിങ്ങൾ എവിടെ വന്നോ അവിടെ വെച്ച് അങ്ങ് ചെയ്യും. അതിന് ഈ ഗോത്രശുദ്ധിയും പാത്രശുദ്ധിയും ഒന്നും നിങ്ങൾ അന്വേഷിക്കരുത്. അതിന് തെളിവെന്താണ്? നിങ്ങൾ അങ്ങനെ എന്നോട് ചോദിക്കാത്തത്? അങ്ങനെ പാടില്ല. നിങ്ങൾ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾ അംഗീകരിച്ച കാര്യം ഇവരോട് പറഞ്ഞു കൊടുക്കും. ആരോട്? ലോകത്തിനോട് പറയാൻ. ആ ലോകത്തിനോട് പറയണമെങ്കിൽ നിങ്ങൾ അജ്ഞത കൂടാതെ പ്രവർത്തിക്കണ്ടേ? എങ്കിലും അത് ഇന്ന് ഇവിടെ പൂജ ചെയ്യാൻ കൊള്ളില്ല, നായി ഇതിലേ പോയി, ഇനി ശുദ്ധീകരണം നടത്തിയിട്ടേ ഇത് പൂജിക്കാവൂ എന്ന് പറയുന്ന തന്ത്രവശം നിങ്ങൾ എടുക്കാതിരിക്കുക. ഇത് ഈ നായും പൂച്ചയൊന്നും പോയാൽ അശുദ്ധമാകില്ല. അപ്പൊ അതിനെയാണ് ഈ പല കവികളും കൊണ്ടുവന്നൊക്കെ മുട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇത് ആശാനും എഴുത്തച്ഛനും ഒക്കെ പറയുന്നു. പക്ഷെ അതൊന്നും അല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. ഇവരെഴുതിയതും പറഞ്ഞതും ഒന്നും അല്ല. ഇവർക്ക് യുക്തിപരമായിട്ടോ മുക്തിപരമായിട്ടോ ഒക്കെ പറഞ്ഞ് കേട്ടും കണ്ടും ഒക്കെ പറഞ്ഞു. അതൊന്നും അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ വെളിച്ചം കണ്ടു വന്ന് വെളിച്ചത്തിൽ ചത്തു ഈയാമ്പാറ്റ പോലെ പോയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് പോവുകയല്ലത്, ഞങ്ങളുടെ സംഖ്യ വർദ്ധിപ്പിക്കുകയാണ് അവിടെ. എവിടെ? അതെ. അപ്പൊ ഈ ത്യാഗം നിങ്ങൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഈ ത്യാഗം എടുത്ത് കൈവച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വരാനില്ല. അതാണ് ഒരു ഉത്തമ ശിഷ്യനെ പറ്റി ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞ് പെരുമാറിക്കോണം. അത് നമുക്കത് അറിയണം, അറിയിക്കണം, കൊണ്ടു നടക്കണം. ആ കർമ്മത്തിൽ നാം യുക്തിയ ചിന്തിക്കേണ്ട കർമ്മയില്ല. ബുദ്ധിയെ ചിന്തിച്ചോളാം. എന്താണ്? നിനക്ക് നിന്റെ ഭാഗ്യം അവിടെ ഉണ്ടോ പ്രവർത്തിക്കാൻ? അത് മാത്രം നീ ചിന്തിച്ചോ. നിന്റെ യുക്തി മുക്തമൊന്നും അവിടെ ആവശ്യമില്ലാത്തതാ. ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. വേണ്ട. ഭാഗ്യം വരണമെങ്കിൽ വരും, വന്നില്ലേ വരൂല്ല. അതിനെന്ത്? എനിക്കെന്താ നാശം? ഞാൻ ഈയാമ്പാറ്റ പോലെ അതിൽ വീണ് ചാകാൻ തയ്യാറായിരിക്കുകയാണ്. അതെ. ഇനി എന്താണ് സംശയം പറയുന്നത്? പോരാ, സംശയമുണ്ട്. അതായത് തികച്ചും നമ്മള് ഈ തെറ്റി വന്ന ഗുരുപരമ്പരയിൽ വന്ന അനേക ഗുരുക്കന്മാർ, അത് രാജഗുരു വരെ വന്നിരിക്കുന്നു. എന്താണ് രാജഗുരുക്കന്മാര്? അനേക തരത്തിലുള്ള കൽപ്പസേവ നടത്തി. അങ്ങനെയാണ് രാജഗുരുവിന്റെ കാര്യം പറയുന്നത്. യോഗ നിയമപ്രകാരം ശീലിച്ച് അത് ഇന്ന കൽപ്പങ്ങള് കഴിക്കുമ്പോൾ ഇന്ന സ്ഥലത്തോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് ന്യായമുണ്ട്. അങ്ങനെ പല കാലങ്ങളായി തിരിച്ചു വെച്ച് അത് പിന്നെ ശിഷ്യന്മാര് എന്ന് പറയുന്ന ആമ്പിള്ളേരെ നിർത്തിയ പറ്റാത്ത കൊണ്ട് അവരെന്ത് ചെയ്ത് അതൊന്ന് മനസ്സിലാകണം. പറയണം. എന്താ? അല്ല, സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞ ഒന്നിനെ എടുത്തു വെച്ചു. ആ ഭാര്യ, അപ്പൊ ഈ ചക്രവർത്തിയാണ് ഇവൻ വേണ്ട വളവ് വളഞ്ഞിരിക്കുക. ഇതിനകത്ത് മത്ത നട്ടാലും അത് വിഷം വളം കൊടുത്താണ് വളർത്തുന്നത്. ഇങ്ങനെ വളർത്തി അവൻ ആ മത്തയും ആ വിഷവും എല്ലാം തിന്ന് തീർത്തിട്ട് ഇത് പറിച്ചു തിന്നാൻ തുടങ്ങി. ഏത്? ഈ കാഞ്ഞിരത്തലയും അങ്ങനെ എന്തിൻ്റെയൊക്കെ ഇലകളുണ്ടോ. അപ്പൊ ഈ നവപാഷാണങ്ങളുടെ ഇലയും കായും പൂവും അവൻ തിന്നിട്ട് അത് ഉരുക്കി തൂക്കി അത് രസം ഗന്ധകൻ ചായില്യം എന്ന് പറയുന്ന സാധനത്ത് എത്തിച്ചിട്ട് ഇതിനെ മണിയാക്കി. രസമണി കേട്ടിട്ടില്ലേ? അത് തന്നെ. ഇതിനെ മണിയാക്കി സൂക്ഷിച്ചിട്ട് ഗൗനമണി, സമ്പനമണി, അങ്ങനെ അത്ഭുതങ്ങളുടെ അത്ഭുതം കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇതിനൊന്നും വശമില്ലാത്ത ഒരു പാവപ്പെട്ടവൻ ഈ കൽപ്പസേവക്കുരുങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഇവന് വേണ്ടത്ര സ്വത്തും പണവും ശേഷിയും സമ്പത്തും ഭരണകർത്താവുമാണ് ഇവൻ. അവൻ ഇരിക്കുന്നിടത്ത് ഇതെല്ലാം അവിടെ പ്രാപ്തമായിട്ട് ചെല്ലും. അവൻ അതിന് സ്ഥലവും വളഞ്ഞിരിക്കുക. 10-100 ഏക്കർ വളഞ്ഞിട്ട് അതിനകത്ത് പല കുടിലുകളായിട്ട് വെച്ച് അപ്പോഴപ്പോ അവിടെ താമസിച്ച് ദിക്കുമാറി താമസിച്ചു. അത് കഴിഞ്ഞ് 8 ദിക്കുള്ള ഒരു ഗുഹ പണിതുണ്ടാക്കി. എന്നിട്ട് കൽപ്പസേവ അവസാനത്തത് അതിൽ വെച്ച് നടത്തും. മാതൃകയല്ലേ ഇത്? ഇവൻ ചിലപ്പോൾ വെള്ളത്തിൽ കൂടി നടക്കും, തീയിൽ കൂടി നടക്കും, പല ആകാശത്തോട് പറന്നു പോകും. അത് ഹം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാക്കി പറന്നു പോകും. ഹംസപദം എന്ന് പറയും. പക്ഷെ ഇതൊക്കെ സത്യത്തിന്റെ ഈശ്വരപ്രാപ്തിക്ക് ഇത് ശരിയാണോ? ആണെങ്കിൽ ശരിയല്ല. അപ്പൊ ഇത് കണ്ട ജനങ്ങള് പ്രജകളാണ്. ഇതാണ് രാജഗുരു. ഇത് കണ്ടിട്ടാണ് ഈ ചാപ്പാടുമാടൻ വന്നിരിക്കുന്നത്. അതാ ഗുരു ഇരുന്ന് ഇലയിലൊതുങ്ങിയ വെള്ളം പോലും വേണ്ട ഉണക്കല തിന്നാണ് ജീവിച്ചത്. ഇവനൊക്കെ ചാപ്പാട് രാമന് ഇങ്ങനെ പറഞ്ഞു പഠിച്ച സന്യാസമാണ് നമ്മുടെ മുൻപിൽ ഒതുങ്ങിയിരിക്കുന്നത്.
ശരിയാവും തെറ്റോ? ഈ സന്യാസ മുറ കർമ്മവും യോഗവും ജ്ഞാനവും ഭക്തിയായിട്ട് മാറ്റിയിട്ട് ഇത് നാലായിട്ട് പിരിച്ചു വെച്ച് പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ കർമ്മിയായിട്ട് വന്നവൻ അതിലേ പോയി, മറ്റവൻ അതിലേ പോയി, ഇങ്ങനെ നാല് വഴിക്കും പോയപ്പോ യഥാർത്ഥം അങ്ങാകുന്നതെന്ന് പോയി. ചോദിക്കാൻ വല്ല ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ട്. ഇത് മറ്റുള്ളവർക്ക് പറയണ മനസ്സിലാകണമെങ്കിൽ പറയണത്. മാർഗത്തിന്റെ പുറകെ പോയപ്പോൾ ജ്ഞാനമാർഗം പറഞ്ഞു. അതെ. അപ്പൊ ഇങ്ങനെയുള്ള സിദ്ധിമാർഗം കണ്ട ഒരു സാധാരണ പൗരനോ അല്ലെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന പൗരനോ ആകട്ടെ, അവൻ ഇതല്ലേ കാണാൻ കഴിയും. ഇതാണ് സംഭവിച്ചത്. ഇത് ഈ പറഞ്ഞ അഹം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് താൻ കണ്ടു പറഞ്ഞ ആ സൂക്ഷ്മത എങ്ങനെ അഹമാകണമെന്ന് മനസ്സിലാകാത്ത വിധം ചൊല്ലിക്കൊടുത്തു. അതിന് പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകോശങ്ങളും പറഞ്ഞ് സമർത്ഥിച്ച് ജീവാത്മാ പരമാത്മാവെന്ന് പറഞ്ഞിണക്കി കൂട്ടിയിരിക്കുന്ന കർമ്മവശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കർമ്മത്തിൽ നിങ്ങളെപ്പോലെ 100 പേരെ ഓടിയാൽ ഒത്തുക, അങ്ങനെ ഓടിയിട്ട് കാര്യമില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. ഇവരെ ഇതിനെയാണ് ഇട്ട് കുടയുന്നത്. പക്ഷെ അങ്ങനെ ഓടിയ ഇത് കിട്ടില്ല. അതിന് നിങ്ങൾക്ക് തീരുമാനം കിട്ടാനാണ് ഞാൻ പറയുന്നത്. എണീക്ക നല്ല സംഗതി പാസ്സായി. പൂർണ്ണ വിഷയം കണ്ടിട്ടോ നിങ്ങൾ പോകാമോ? നിങ്ങളും അങ്ങനെ പോകുന്നു. അത് എന്നെ തെളിവാണ്. അതെ, ഇങ്ങനെ ഉണ്ടാ, അത് ഇങ്ങനെ ഉണ്ടാ. അപ്പൊ ഇവൻ അങ്ങനെ കാണണമെങ്കിൽ അവന്റെ ഗോത്രശുദ്ധി കൊണ്ടോ കർമ്മശുദ്ധി കൊണ്ടോ ആണോ? അല്ല. ഏതോ കാലത്താണ്, ഇപ്പോഴത്തെ ചതുർയുഗത്തിലും അല്ല, ഏതോ ഒരു ചതുർയുഗത്തിൽ ഗുരുവിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് നീ കേട്ട വാക്ക് ഇതാണ് എന്ന് അന്യ പ്രദേശത്തിരിക്കുമ്പോ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് ഇവർക്കും സംഭവിക്കണം. ഇവർ കുറെ അടുത്തിരുന്നും കുറെ അകന്നിരുന്നു കാണുന്ന ഒരു കാഴ്ച എന്നല്ല. അപ്പൊ ഇതാണ് ഗുരു ആണോ അല്ലേ എന്ന് ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഗുരു എത്ര ജാതി? യോഗി, കർമ്മി, ജ്ഞാനി, ഭക്തൻ. ഇങ്ങനെ വന്നിട്ട് ഈ ഭക്തന് ഗുരുവിൽ വരും പരമൈക്യം പറയുന്ന കർമ്മത്തിൽ ഞാനും ഗുരുവും എവിടെ നിൽക്കുന്നെന്ന് കണ്ടിട്ട് ആ ഗുരുവിന്റെ മഹത്വം താനായിട്ട് പറയുന്നല്ലാതെ ഗുരു പറഞ്ഞൂടാ. ഇത് നിങ്ങളുടെ മുൻപിൽ കാണിച്ചു തരികയാണ്. പക്ഷെ നിങ്ങൾക്കറിയില്ല. ഇത് ശരിയല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു. വേദം പഠിച്ചതോ ശാസ്ത്രം പഠിച്ചതോ ആയ പെണ്ണുങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നു. വേദാതീതമായ ചിന്താതീതമായ കർമ്മത്തെ അവർ കാണുകയാണ്. അത് ധർമ്മപ്പെടുത്തി നടക്കാനാണ് ശിക്ഷ. അത് നിങ്ങളുടെ ഇടയിൽ ഒരാൾ മതി, 100 പേര് വേണ്ട. എല്ലാവർക്കും അത് കാണാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും ബന്ധപ്പെട്ട ഒരു ചരിത്രമുള്ള ആണോ പെണ്ണിനെ ഒരു ദർശനം പോലും കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. അപ്പൊ ദർശനം അങ്ങനെയാണ്. പിന്നെ എന്താണ് അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് ആ ആൾ എങ്ങനെയാണ് ആ ഗുരുവെ അറിയുന്നത് എന്ന് ചോദിച്ച് തൻ്റെ അറിവിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇത് ചെയ്യട്ടെ എന്ന് ആ ആളിനോട് ചോദിച്ചോളൂ, ഗുരുവിനോട് ചോദിക്കരുത്. എന്തുകൊണ്ടാണ്? ഗുരു പറഞ്ഞാൽ അതാണെന്ന് വന്നു പോകും. ഗുരു അങ്ങനെയും വരുത്താൻ പാടില്ലെന്ന സ്വന്തം ശിഷ്യന് മാത്രം അത് കാണുമ്പോൾ പറഞ്ഞു കൊടുക്കലാണ് ഗുരുവിന്റെ വേല. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് മനസ്സിലായിട്ടും പറ്റാത്ത വിധത്തിൽ ഉള്ളിൽ എന്താണ് ഈ ഉലകം നോക്കി യന്ത്രമായി മാറിയപ്പോ അച്ഛനും അമ്മയും മക്കളും അങ്ങനെയാണ് ആ ചെയ്യേണ്ടത്, ഭർത്താവും ഭാര്യ അങ്ങനെയാണ് ആ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ചിന്ത ചെയ്തങ്ങ് വന്നു. അതൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ജീവ സമ്പത്ത് അങ്ങനെയല്ല വരുന്നത്. അത് ഗുരുവിന്റെ പരമൈക്യമാണെന്ന് തോന്നാത്തടത്തോളം കാലം ഇവരിങ്ങനെ പറഞ്ഞിരിക്കും. ഇതാണ് ഗീതാഗോവിന്ദൻ എഴുതിയ ജയദേവന് വരെ പറ്റിയതാണ്. പക്ഷെ ഇത് ജയദേവന് പറ്റിയെന്നല്ല പറയുന്നത്. ജയദേവൻ ഈ കണ്ടത് ഇതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചപ്പോ ഈ വിക്രിയന്മാരെല്ലാം ഈ ബാലഗോകുലം കളിച്ച് നശിക്കും. ശരിയാ തെറ്റോ? ശ്രീകൃഷ്ണൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ആ മാതൃത്വം മാത്രമല്ല, പിതൃത്വം ഇടങ്ങി നിൽക്കുന്ന കർമ്മം എന്താണെന്ന് അവൻ കണ്ടില്ല. അതിന് അവൻ എന്ത് ചെയ്ത്? നാടകത്തി കയറി. പിന്നെ നാടകത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോ കഥയുടെ കളിയായി. കളിയുടെ കളി, കഥ കൊണ്ട് കളിക്കുക. ചേർത്തലക്കാർ ഇത് കേൾക്കരുത്, മോശമുള്ള അവർക്ക് മോശമല്ല, കൊള്ളൂല്ല. എന്നാ പറയണ്ട എങ്കിൽ ഞാനൊന്ന് പറഞ്ഞു. ഇത് മുത്തപ്പാമ്പ് ചേട്ടന് ഞാൻ കടിച്ച ഓർമ്മ വിട്ടുപോയി. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാകേണ്ടത്, ആശയായിട്ട് ഇണങ്ങാൻ നമ്മൾ ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ല, ശരിയാണ്. നമ്മുടെ മക്കളായ ആളുകളുണ്ട്, അവനോ അവൾക്കോ എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. ഇതാണും പെണ്ണും ഭേദമില്ല. സന്ധ്യാവന്ദനം ചെയ്ത് മാറിയിരിക്കുന്ന തന്ത്രവഴിയല്ല. മനസ്സിലായില്ല? സന്ധ്യാവന്ദനം എന്താ ചേർത്തലക്കാർക്കറിയാം. വൈകുന്നേരത്തെ സന്ധ്യാവന്ദനം അവരുടെ കൂടെ ഒരുപാട് പേര് കൂടിയിരുന്ന് കാണിക്കുക. ഇങ്ങനെയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് അറിഞ്ഞൂടാ സന്ധ്യാവന്ദനം അല്ലേ? ഓരോ സന്ധ്യ തോറും വന്ദനം ചെയ്യും. അപ്പൊ എന്താണെന്നറിയാം, കാലത്തെ സാമാന്യം വെളുത്തത് നോക്കും, കൊള്ളാമോ ഇല്ലേ. പിന്നെ ഉച്ചയാകുമ്പോഴേ അതിന്റെ അടിയിൽ ഒന്ന് കലക്കി വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കൊള്ളാമോ ഇല്ലേ
വൈകുന്നേരം പിന്നെ എന്ത് കൊടുത്താലും ഇങ്ങനെയാണ് അവരുടെ വന്ദനം. പക്ഷേ തന്ത്രിയുടെ വന്ദനം എങ്ങനെയാ? അവൻ തന്ത്രിയാണ്. 8 ദിക്കും വന്ദനം ചെയ്യും. ഓരോ ദിക്ക് അങ്ങനെ 8 ദിക്കും അപ്പോഴൊക്കാത്തതുകൊണ്ട് ഈ സൂര്യനും ചന്ദ്രനും ഭൂമി എല്ലാം കൂടി കറങ്ങി വരുന്ന ദൈവം അങ്ങനെ വരുമോ? ഇല്ലല്ല. അപ്പൊ അതിനെന്ത് ചെയ്ത് അവനെന്ത് ഒരു പണിയായി? അവൻ തന്ത്രിയാണ്. വെള്ളം കോരി 8 ദിക്കിലും വെച്ച് ഇങ്ങനെ കറങ്ങി കൊണ്ടുവന്നത്. അപ്പൊ 8 ദിക്ക് വന്നിച്ചുകൊണ്ട് ഇത് 8 യാമമാണ് ഇവനീ കാണിച്ചത്. അപ്പൊ ഈ തന്ത്രി കാണിച്ചത് ഇവനും കാണിച്ചാല ആര്? ശിഷ്യനും കാണിച്ചു. അവൻ 8 ദിക്കും വന്നിച്ച്. 8 യാമമായി വന്നിക്കുന്ന കാര്യമാണ് ഈ കാണിച്ചിരിക്കുന്ന ഒരു ദിവസം. അത് ഒരു മാസമായിട്ട് കൽപ്പിച്ച്, അത് പിന്നെ ആണ്ടായിട്ട് കൽപ്പിച്ച്, അത് പിന്നെ എത്രയോ ആണ്ട് കൂടുന്നത് ഒരു വർഷമായിട്ട് കാണിച്ച്, അങ്ങനെ ദേവകൽപ്പവും മനുഷ്യകൽപ്പവും തേടി കർമ്മിച്ചു പോയ ധർമ്മത്തിൽ മാത്രം നോക്കി നിൽക്കുന്ന ഈ തന്ത്ര വഴി ഒരിക്കലെങ്കിലും നേരിയിൽ എത്താൻ കഴിയുമോ? ഈ തന്ത്രം എങ്ങനെ ഇരിക്കണമെന്ന് പഠിച്ചോളൂ. അതിനാണ് എഴുത്തച്ഛനെ എടുത്തു പറഞ്ഞത്. എഴുത്തച്ഛൻ പറഞ്ഞല്ലോ, ഒഴിഞ്ഞിട്ടില്ല അവിടെ. ഈ നാറ്റം മാറാനും എളുപ്പമല്ല.